യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം ക്രൂശ് എടുത്ത് അനുഗമിക്കുക. ഇന്നത്തെ ധ്യാനത്തിനായുള്ള തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചു തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവായ യേശു നമ്മോട് ഇന്നും ആവശ്യപ്പെടുന്ന ഒന്നാണ് അനുദിനം നമ്മുടെ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുക എന്നത്. ക്രിസ്തുവിൻ്റെ പിന്നാലെ നാം അനുഗമിക്കുന്നുവെങ്കിൽ ക്രൂശ് വഹിക്കുന്ന ജീവിതമാണ് നമുക്ക് വേണ്ടത്. ക്രൂശ് എന്നത് കഷ്ടതയേക്കാൾ ഉപരി മരണത്തെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ കാലത്ത് ക്രൂശ് എന്നത് കഷ്ടതയേക്കാളും വേദനയേക്കാളും ഉപരി മരണത്തിലേക്കും അന്ത്യത്തിലേക്കും നയിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മരണം അനുഭവിച്ച് ഇല്ലാതായി ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്ന ജീവിതമാണ് ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നതിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ ആകുവാൻ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സ്വയത്തെ വെടിഞ്ഞ് ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റണം. ഫിലിപ്പിയർ 2-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യേശു തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തു ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം തെളിയിച്ചതുപോലെ നാം അനുസരണമുള്ളവരായിരിക്കണം. പലപ്പോഴും നാം അധികമായി അനുസരിക്കേണ്ടുന്നവ നാം ഉപേക്ഷിച്ച് അനുസരണക്കേട് കാണിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ ദൈവ പൈതലിൻ്റെ ലക്ഷണം എന്നത് അനുസരണമാണ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്വയത്തെ ത്യജിച്ച് സ്വന്തം ക്രൂശ് എടുക്കുന്നവരാണ് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ യോഗ്യതയുള്ളവർ. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായ യാഗമായി സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് കർത്താവായ യേശു ഈ വചനത്തിലൂടെ നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്വയത്തെ വെടിഞ്ഞ് ലാഭമായതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണുന്ന ജീവിതമാണ് ക്രൂശ് എടുക്കുന്നതിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടത, ഉപദ്രവം, നിന്ദകൾ, കുറ്റപ്പെടുത്തലുകൾ മറ്റെന്തായാലും സഹിക്കാൻ തയ്യാറാവുന്ന ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർക്കുള്ളത്. യേശുവിനെ തിരഞ്ഞെടുക്കണമോ ഈ ലോക സുഖങ്ങളെ തിരഞ്ഞെടുക്കണമോ എന്ന ചോദ്യം നമ്മുടെ മുൻപിൽ വരുമ്പോൾ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്ന അനുഭവമാണ് ദിനംതോറും ക്രൂശ് എടുക്കുന്നതിലൂടെ യേശു നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം നമ്മെ ഇങ്ങനെ ധൈര്യപ്പെടുത്തുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രൂശ് എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിലും ലോകത്തെ ജയിച്ച കർത്താവായ യേശു നമ്മോടൊപ്പം ഉള്ളതിനാൽ നാം ഒന്നിനെയും ഭയക്കേണ്ടതില്ലെന്ന് കർത്താവ് നമുക്ക് ഈ വചനത്തിലൂടെ ഉറപ്പു നൽകുന്നു. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നമ്മുടെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും നമ്മെ തന്നെയും സമ്പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി
ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഓരോ ദിനവും ക്രൂശ് എടുത്ത് അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളും മോഹങ്ങളും വിടിഞ്ഞ് ദൈവ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കഷ്ടതയുടെ നടുവിലും ധൈര്യത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമ്പൂർണമായി സമർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.